ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ സഞ്ജപ്പൻ വന്നില്ലല്ലോ. പൂവാണ്, തിരിച്ചവൻ പോളണ്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവൻ ആദ്യം കുറച്ച് ദിവസം മുമ്പാണ് ആക്ച്വലി പോവേണ്ടിയിരുന്നിരുന്നത്. പക്ഷേ ആ സമയത്ത് സഞ്ജുവിന് ഭയങ്കര ചുമയും വയ്യായികളും ശരീരം വേദനയൊക്കെ ആയിരുന്നു. അതായത് നാളെ പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മൺഡേ പോകണമെന്നുണ്ടെങ്കിൽ സാറ്റർഡേ ഫുൾ അവൻ കെടുപ്പിലായിരുന്നു. അവന് പിന്നെ ഡെങ്കിപ്പനി, മലമ്പനി എല്ലാത്തിനും ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റിന് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു ദിവസം അതിൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ സഞ്ജു ആണെങ്കിൽ കുറച്ച് അലർജറ്റിക് ആയിട്ടുള്ള ആളാണ്. ചുമൊന്നും വന്ന് അവനെ നിർത്താൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒട്ടും ധൈര്യമില്ല അവനെ പറഞ്ഞേക്കാൻ. പിന്നെ നമുക്ക് 3 ഫ്ലൈറ്റ് മാറി കയറണം. ഒരു ഡേ ഫുള്ള് നമുക്ക് ട്രാവൽ ഉണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ ആരോഗ്യനില ഭയങ്കര മോശമായതുകൊണ്ട് നമ്മളത് പോസ്റ്റ്പോൺ ചെയ്തിട്ട് അടുത്ത ദിവസത്തേക്ക് ആക്കിയിരിക്കുകയാണ്. അതായത് കറക്റ്റ് ഒരു 1 വീക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് വാതിൽ നടച്ചിരുന്നേ. കറക്റ്റ് ഒരു 1 വീക്കിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ച് പോവാണ്. ഇപ്പം ആദ്യത്തെ ഒരു കല്യാണം കഴിയുന്നേക്കാൾ മുമ്പ് പോയ പോലെ ആയിരിക്കില്ല ഇപ്പോൾ. അവനാണെങ്കിലും ഭയങ്കര സെൻസിറ്റീവായിട്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഭയങ്കര വിഷമിക്കുന്ന ഒരു ക്യാരക്ടറാണ് ആളുടെ. അപ്പോൾ ഭയങ്കര വിഷമങ്ങളും ഞാൻ പോകേണ്ട കാര്യം പറയുമ്പോൾ തന്നെ അവനായിട്ട് ഇടിയാവും. പിന്നെ ഞാൻ അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടയും ചക്കര അങ്ങനെ ഒരു ക്യാരക്ടറല്ല. ഞങ്ങൾ അടികൂടി മരിക്കുന്ന ഒരു ചേച്ചിയാണ്. ഒട്ടും ഞങ്ങൾ തമ്മിൽ സിങ്കായി പോവാത്ത ആൾക്കാരാണ്. ബട്ട് എനിക്ക് അവൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നോട് എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ എനിക്ക് അവൻ എല്ലാമാണ്. അവൻ കേൾക്കട്ടെ, അങ്ങനെയല്ല കേട്ടോ, പ്രകടിപ്പിക്കില്ല അങ്ങോട്ടും അങ്ങനെയാണ്. അപ്പം എനിക്ക് ഫസ്റ്റ് സഞ്ജു പോണ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പെട്ടെന്ന് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു കാശീന്. പെട്ടെന്ന് തന്നെ വീട്ടിൽ എനിക്ക് അവനില്ലാണ്ടായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴായാലും എനിക്ക് അവൻ വന്ന് പോകണമെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം. കല്യാണം കഴിഞ്ഞ് എനിക്ക് സീരിയസ്ലി എനിക്ക് വിഷമം. ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും, ഈശ്വര, ഈ പ്രവാസികളുടെ കാര്യം എന്തൊരു കഷ്ടമാണ്. കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം ഒരുമിച്ച് താമസിച്ചിട്ട് പിന്നെ പോയിട്ട് അവരെന്നാ വരിക, പിന്നെ അവരുടെ ഒരു ദാമ്പത്യം എപ്പോൾ അവർ എൻജോയ് ചെയ്യും. അങ്ങനെ കുറേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രവാസികളുണ്ടെന്ന് അറിയാം. ഞാൻ വരിക്കും ലാസ്റ്റ് ഞാനാണെങ്കിൽ എനിക്ക് ഒട്ടത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഏട്ടനെ ഇപ്പോൾ ഒരു പ്രവാസി ആയിരുന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കും, അങ്ങനെയല്ലേ. അപ്പം എനിക്ക് വിഷമം അതാണ്, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ. അപ്പോൾ പൂവാണ് നാളെ ചെക്കൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ബീഫ് അച്ചാറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വാക്വം ക്ലീനർ. ഇത് അഗാരോൻ്റെ സുപ്രീം കോഡ്ലെസ് സ്റ്റിക്ക് വാക്വം ക്ലീനർ ആണ് കേട്ടോ. എല്ലാം പാർട്ട് ബൈ പാർട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് 2000 mAh 29.6 വോൾട്ട് ബാറ്ററിയാണ് ഇതിനുള്ളത്. ചാർജബിൾ ആണ്. നമുക്ക് കണ്ടോ, ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കുന്നത്. ഇതിൽ നമ്മൾ പിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്ലൂവിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ചാർജബിൾ എന്നാണ് അർത്ഥം. ബ്ലൂ മിനിമം, വൈറ്റ് മീഡിയം, റെഡ് ലാർജസ്റ്റ് ആണ്. 60 മിനിറ്റ്സ് ലോവസ്റ്റ് മോഡിലും 20 മിനിറ്റ് മീഡിയം മോഡിലും 8 മിനിറ്റ് മാക്സിമം മോഡിലാണ് കേട്ടോ. 5 hours എങ്കിലും നമ്മൾ റീചാർജ് ചെയ്ത് വെക്കണം. ഇതിൽ ഫസ്റ്റ് ബ്രഷ് വന്നിട്ട് മോട്ടറൈസർ റോളിംഗ് ബ്രഷ് ആണ് കേട്ടോ. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹെഡാണ് ഇതിനുള്ളത്. 270 ഡിഗ്രി നമുക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും. അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് നമുക്കിത് ടേൺ ചെയ്യാൻ പറ്റും. പിന്നെ വെരി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ആണുള്ളത്. ഇത് ഊരിയിട്ട് ക്ലീൻ ചെയ്യാനും ഓക്കെയാണ് കേട്ടോ. സെക്കൻഡ് ബ്രഷ് വന്നിട്ട് മാട്രസ് ബ്രഷ് ആണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ബ്രഷ് നമുക്ക് റോളിംഗ് ബ്രഷ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഊരിയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് വന്നിട്ട് ക്രിവൈസ് നോസിലാണ് കേട്ടോ. അതിങ്ങനെ ശരിക്കും ഒരു കുഴൽ പോലെയാണ് ഇരിക്കുന്നത്. മൈന്യൂട്ട് ആയിട്ടുള്ള ടെസ്റ്റിനടക്കം ഇതിങ്ങനെ വലിച്ചെടുക്കും. ഇത് 2-in-1 മൾട്ടി പർപ്പസ് ബ്രഷ് ആണ് കേട്ടോ. നമുക്ക് 2 പർപ്പസിന് യൂസ് ചെയ്യാം. ദെൻ ഇത് വാൾ ഹോൾഡർ ആണ്. നമുക്ക് ഇതിൽ ഞാത്തിട്ടിട്ടായാലും ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു സ്പോഞ്ച് ഫിൽറ്ററും കൂടെ വരുന്നുണ്ട്. ഈ ഒരു ഫിൽറ്റർ 99.99% പാർട്ടിക്കിൾസ്, ഡസ്റ്റ്, അലർജീസിനൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. അതായത് 0.3 മൈക്രോൺസ് വരെയുള്ള അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ടെസ്റ്റിനെ വരെ നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫിൽറ്ററാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് എക്സ്റ്റൻഷൻ ട്യൂബാണ്. നമുക്ക് ഈ ബ്രഷൊക്കെ ഫിറ്റ് ചെയ്യുന്നത് ഈ ഒരു ട്യൂബിൽ കൂടെ ഫിറ്റ് ചെയ്തിട്ടാണ് ബ്രഷൊക്കെ സെറ്റാക്കാൻ പോകുന്നത്. ഇത് 0.5 ലിറ്റർ ബാഗ്ലെസ് ഡസ്റ്റ് കളക്ടിങ് ബിന്നാണ് കേട്ടോ. ഇതിലേക്കാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഈ ഒരു എക്സ്റ്റൻഷൻ ട്യൂബ് കൂടെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ബ്രഷായിട്ട് യൂസ് ചെയ്ത് നോക്കാം.
ഇത് മോട്ടറൈസ്ഡ് റോളിംഗ് ബ്രഷ് ആണ് കേട്ടോ. ഫ്രണ്ടിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ ഡസ്റ്റിനെയും കിട്ടും കേട്ടോ. നമുക്ക് ഹാർഡ് ആയിട്ടുള്ള ഫ്ലോർ, കാർപ്പറ്റ്സ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഹെയറും ഫുഡിൻ്റെ വേസ്റ്റും ഒക്കെ നമുക്ക് ഇതിൽ കൂടെ ക്ലീൻ ചെയ്യാൻ പറ്റും. സോഫയുടെ അടിയിൽ, അതേപോലെ ചെയറിൻ്റെ അടിയിലൊക്കെ നമുക്ക് പോയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വെരി ഫ്ലെക്സിബിൾ ആണ്, പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രഷാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് മാട്രസ് ബ്രഷാണ്. ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോഫ സെറ്റ്, കർട്ടൻ, അതേപോലെ ബെഡ് ഇതൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇവിടെ വരുന്ന ഒരുപാട് ഡസ്റ്റ്, നമുക്ക് കാണാൻ പറ്റാത്ത ഡസ്റ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് സക്ക് ചെയ്ത് തന്നെ എടുക്കും. നമുക്ക് ദിവാങ്കോട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യാം. ദെൻ തേർഡ് വന്നിട്ട് ക്രിവൈസ് നോസിലാണ് കേട്ടോ. ഇത് നമുക്ക് മാറാമ്പലൊക്കെ ഉണ്ടല്ലോ, മാറാലൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കൈ എത്താത്ത സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ഏരിയ അവിടെ നമുക്ക് തുടയ്ക്കുമ്പോഴായാലും കുറച്ചൊക്കെ അവിടേക്ക് ഇരിക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ, മാറാലേനെയും എല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. അറ്റ് ലാസ്റ്റ് ഇത് 2-in-1 മൾട്ടിപർപ്പസ് ബ്രഷാണ് കേട്ടോ. നമുക്ക് 2 തരത്തിൽ ഇത് ബ്രഷ് യൂസ് ചെയ്യും. ഫസ്റ്റ് വന്നിട്ട് ഈ ബ്രഷ് ഇങ്ങനെ മേലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ കാർ സീറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഈ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് താഴേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ മണ്ണ് പൊടിയൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. എത്ര പെട്ടെന്നാണെന്നറിയോ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രഷുകൾ. അറ്റ് ലാസ്റ്റ് ഡസ്റ്റ് കളക്ടിങ് പിന്നിൽ നമുക്ക് ഇത് വേസ്റ്റ് ഒക്കെ കളയാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡസ്റ്റ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റും, വാഷബിൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫിൽറ്ററൊക്കെ വാഷബിൾ ആണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ആവശ്യമുള്ളവർ വാങ്ങിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്, കുറേ പർപ്പസുകളുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇന്ന് പെട്ടി പാക്കിംഗ് ആണ്. നമ്മൾ ചെന്നിട്ട് വേണം പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ പെട്ടിയും പാക്ക് ചെയ്തെടുക്കും വെക്കണം. അപ്പോൾ അതൊക്കെ സെറ്റാക്കുന്നത് ചേട്ടൻ, അളിയൻ ചെന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ കമൻറ്റ് സെക്ഷൻ ദയവായിട്ട് നമ്മളെ മറ്റുള്ളൊരു ഫാമിലി ഇൻഫ്ലുവൻസറായിട്ട് കമ്പയർ ചെയ്തിട്ട് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഇഷ്യൂവിൻ്റെ ബേസിൽ നമുക്കും കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളായാലും ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്. കാരണം ഞങ്ങളവരായിട്ട്, ഞങ്ങളൊരു യൂട്യൂബർ ആണെങ്കിലും അവർ യൂട്യൂബർ ആണെങ്കിലും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരാൾക്കാരാണ്. 1-2 എന്തൊക്കെയോ ഒരു പ്രൊമോഷൻ ബേസിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ. അപ്പം പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫാമിലിയാണ്. കാരണം പക്ക ഞങ്ങളെപ്പോലെയാണ്. അവിടെ പിള്ളേരില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരുടെ അനിയൻ്റെയും ചേച്ചിയുടെ ഒക്കെ ബോണ്ട് സെയിം അവർ കാണിക്കുന്നത് പോലെ തന്നെയാണ്. പെട്ടെന്ന് ഈ ഒരു സാധനം വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായി. പ്ലസ് ഞങ്ങൾക്ക് അറിയായിരുന്നു ഈ ഒരു കമൻറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കമൻറ്റ്സ് ഞങ്ങളത് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. നിങ്ങൾ മറ്റുള്ളവരെ കണ്ടിട്ട് ഞങ്ങളെ ചെയ്യാൻ നിൽക്കരുത്. ഒരാളുടെ മുമ്പിലും അഭിനയിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ സ്റ്റിൽ ഈ ഒരു സമയം വരെ ഞങ്ങളുടെ ലൈഫ് ഹാപ്പിയാണ്. ഞങ്ങൾ എടുക്കുന്ന ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഇപ്പോൾ എനിക്കായാലും കീത്തുവിനായാലും, എനിക്കും കീത്തുവിന് ഈ ഫാമിലിയിൽ വരുന്ന ഒരേ ഒരു സ്ട്രെസ്സ്, രണ്ട് കാര്യമൊക്കെ ഞങ്ങൾക്ക് സ്ട്രെസ്സും ബുദ്ധിമുട്ടുള്ളൂ. ഒന്ന്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്ത് പോകാണ്ടിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതായത് പിള്ളേരുടെ തെക്കും കാരണം നമ്മുടെ കയ്യിൽ കോണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുമ്പോൾ വരുന്ന ഒരു പ്രഷർ, ഒരു വിഷമം. 2, കുഞ്ഞുങ്ങൾക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ. ഈ ഒരു 2 കാര്യത്തിലല്ലാതെ ഞങ്ങൾക്ക് വേറൊരു കാര്യത്തിലും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഇപ്പം അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ആണെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവർക്കും വേണ്ട ഒരു സംഭവം മുൻതൂക്കം കൊടുക്കുന്നത് ഞങ്ങളുടെ ഫാമിലിക്ക് മാത്രമാണ്. നമ്മുടെ ഫാമിലിയിൽ ഇത് സാധനം വാങ്ങിക്കണം, ഇത് ചെയ്യണം, വീട്ടിൽ ഇങ്ങനെ ചെയ്യണം, വീട് അതാക്കണം, അതിലൊന്നും ഞങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ല. ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. ആ കടം ആദ്യം വീട്ടണം, അതൊക്കെ ഞങ്ങൾക്ക് സെക്കൻഡറി ആണ്. ഫസ്റ്റ് ഞങ്ങൾക്ക് പ്രയോറിറ്റി ഞങ്ങളുടെ ഹാപ്പിനെസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലത്തെ 10 അംഗങ്ങളുണ്ടെങ്കിൽ 10 പേരും ഒരേപോലെയാണ്. സോ നമ്മൾ അവരായിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യരുത് പ്ലീസ്. കാരണം നമുക്കത് ഒട്ടും, നിൻ്റെ വീട്ടിലേക്ക് അടുത്തത് ഇത് വന്നിരിക്കും എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കുള്ളൊരു പ്രാക്ക് പോലെയാണ് ഞങ്ങൾക്കത് ഫീൽ ചെയ്യണത്. കാരണം ഓരോ സമയവും ഞങ്ങളുടെ വീഡിയോസ് ഇടുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ഇടുക. കാരണം ഈശ്വര ആരുടെയും ഒരു കണ്ണ് തട്ടരുത്, അങ്ങനെ സത്യം പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഇടുക. ചിലപ്പോൾ അതൊക്കെ അന്ധവിശ്വാസങ്ങളായിരിക്കാം, എന്നാൽ പോലും ഞാനത് പറഞ്ഞെന്നുള്ളൂ. കാരണം ഈ ഒരു കമൻറ്റ് ബോക്സിലും അങ്ങനത്തെ കമൻറ്റ്സ് വരാതിരിക്കണം. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരോടാണ് പറയണത്. സ്നേഹിക്കുന്ന ഒരുപാട് പേര് ചേച്ചി അങ്ങനെ ആവരുതിട്ടാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്ലീസ് നിങ്ങളങ്ങനെ ചിന്തിക്കണ്ട, നമ്മളാവില്ല, മനസ്സിലായോ? നമ്മൾ സ്റ്റിൽ ഇതുവരെ നമ്മൾ അങ്ങനെയാണ്. നാളെ നമ്മൾ എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല.
അപ്പൊ ഗായ്സ് നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നാളത്തേക്ക് വേണ്ട ഡ്രസ്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് സഞ്ജുവിന് ബീഫ് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പൊണ്ണമ്മായും ഷാരി കൊച്ചായും വലിയേച്ചിയും ലത കൊച്ചായും ലതികമേമയും സഹോദരി മാമനും അങ്ങനെ കുറെ പേര് കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു അച്ചാറുണ്ട്. ഞങ്ങളുടെ മാമൻ പാചകക്കാരൻ ഏട്ടൻ അവിടെ നോക്കിയിരുന്നൊക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഒക്കെ നോക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അടിപൊളിയായിട്ട് ബീഫ് അച്ചാർ ഇട്ടിട്ടുണ്ട്. കാണിച്ചത് ഇട്ടിട്ട് ഒരാഴ്ച ഉണ്ടാവില്ല ഏട്ടാ. ആ ആയിട്ടുണ്ട്. സഞ്ജു പോന്ന് വിചാരിച്ചിട്ട് ഇട്ടല്ല നമ്മള് നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് മാറ്റി വെച്ചായിരുന്നു. മണം വരുന്നുണ്ട്. അയ്യോ നല്ല മണം വരുന്നുണ്ടാണ്. കൊതിയിടല്ലേ അവിടെ ചെന്നിട്ട് വേണം ഈ കൊതി തീർക്കാൻ വേണ്ടിട്ട്. ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോകണം കേട്ടോ നമ്മള്. അപ്പോൾ ഗൈസ് ദേ നമ്മളുടെ ബീഫ് കൊണ്ടുപോവാണ് കേട്ടോ. ബീഫ് അച്ചാറും കൊണ്ട് പോവാണ് നമ്മൾ. സഞ്ജപ്പന് വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും അവൻ പറഞ്ഞിരുന്നൊന്നുമില്ല. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് ഓൾറെഡി സാധനങ്ങളുണ്ട്. ചാന്തൂൻ്റെ അവിടെ നിന്നുണ്ട്, പിന്നെ എൻ്റെ അടുത്തൊന്നും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കീത്തും ലീനമ്മയും ഉണ്ടായിരുന്നു വീട്ടിൽ. കീത്തും നിഖിലും വൈകുന്നേരം വീട്ടിലെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് കീത്തുവിനെ ലീനമ്മേനെ നമ്മുടെ വീട്ടിലേക്ക് ആക്കണം. അതായത് ലീനമ്മേരെ വീട്ടിലേക്ക് ആക്കിയിട്ട് വേണം പോവാനായിട്ട്. പാറു നല്ല ഉറക്കമാണ് കേട്ടോ. കാശിക്കുട്ടനെ നല്ല ഉറക്കത്തിലാണ്. മേമ വന്നിട്ടുള്ള കാരണം മേമനോടും കൂടെ കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ദേ ലീനമാമനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് പിള്ളേര്. അപ്പോൾ ദേ ശ്രീമ എപ്പോഴും അവിടെ ഇങ്ങനെ ഇരിപ്പായിരിക്കും കേട്ടോ. ശ്രീമ ഇങ്ങനെ കീത്തുവിനെ കണ്ട വശം തന്നെ ഷോക്കായിപ്പോയി. കാരണം പറയാണ്ട് വരുന്നല്ലേ. പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. വൈകുന്നേരം അവർ വീട്ടിലേക്ക് വരാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം പിന്നെ എന്തായാലും ലീനമ്മേനെ ഇവിടെ ഇറക്കണമല്ലോ എന്ന് വെച്ചിട്ട് അവൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. അത്രയും കുറച്ച് സമയം അവൾക്ക് അമ്മയായിട്ട് നിൽക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയായിട്ട് നിൽക്കാൻ കിട്ടുന്ന ഏക അവസരം എന്ന് പറയുന്നത് ഒരു സൺഡേ മാത്രമാണ്. അത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞങ്ങൾ വേസ്റ്റ് ആക്കില്ല. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡിക്കിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആക്കിയിട്ട് വേണം പോവാനായിട്ട്. കണ്ടോ. പിന്നെ നമ്മുടെ അമ്മ എപ്പോഴും ഇവിടുന്ന് റേഷനറി കിട്ടുന്നതൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ സഞ്ചികളാണ് 2-3 മാസം എത്തുമ്പോൾ ആ സഞ്ചികളൊക്കെ നമുക്ക് തിരിച്ചും കൂടി കൊണ്ടുവരും കേട്ടോ. പിന്നെ നമ്മളിതേ വീടെത്തി. പാറുട്ടൻ കാറി കയറിയിട്ടുണ്ടെങ്കിൽ അപ്പം ഫ്ലാറ്റ് ആവുന്ന ആളാണ് കേട്ടോ. എപ്പോഴായാലും പാറൂസ് പെട്ടെന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ ദേ പാറു ഇപ്പോഴും നല്ല ഉറക്കമാണ്. മോളെടുത്ത് കണ്ടപ്പോൾ അവനും ഭയങ്കര വാശിയാണ്. ഏട്ടൻ ദേ 2 പേരെയും പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ചെന്നപ്പോൾ ദേ അവൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഞ്ജുവിൻ്റെ തലയിൽ. അത് വേറെ ഒന്നല്ല, കുറച്ച് ദിവസമായി അതിന് വയ്യാണ്ടിരുന്നിട്ട് തല വാഷ് ചെയ്തിട്ട്. അപ്പോൾ താരനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അവൾ നന്നായിട്ട് തല മസാജ് ചെയ്യും. നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് നല്ല സുഖമാണ്. ഒരു താരനൊക്കെ ഇളക്കി കളഞ്ഞ് നന്നായിട്ട് വെളിച്ചെണ്ണൊക്കെ പുരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അവിടെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കണക്കായിരിക്കുമല്ലോ. പിന്നെ കുറച്ച് ദിവസത്തെ വാഷ് ചെയ്തതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. വാഷ് ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതായത് കൊടുക്കട്ടെ. നീ കൊടുക്കാറില്ലല്ലോ. പിന്നല്ലാണ്ട് കാശായിട്ടില്ല കൊടുക്കണേ. കാശായിട്ട് നഷ്ടക്കച്ചവടം. എന്തായിട്ട് കൊടുക്കും? തിന്നാൻ പുറത്തുണ്ട്. വാടി എന്ത് തിന്നാൻ വേണം? ഞാൻ 500 രൂപ ബാക്കിന്ന് പറയും, അല്ലെങ്കിൽ 600 രൂപ ബാക്കിന്ന് പറയും. 600 രൂപയ്ക്ക് തിന്നാൻ വേണം. ഓഫ് കോഴ്സ് യാ. മോനെ കശുക്കുട്ട വെയിറ്റ് നോക്ക്. നിക്ക്. അപ്പൊ മനസ്സിലാവും ഇതെന്ന് സാധനം. കേറുന്നോണോ ഗൈസ്, ഇപ്പൊ നമ്മള് ഇവിടെ ബാഗൊക്കെ ഏകദേശം പാക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സഞ്ജു കൊണ്ടുപോകുന്ന ഡ്രസ്സുകളും കാര്യങ്ങളും, പിന്നെ ചാന്തൂൻ്റെ അവിടെ നിന്ന് കുറേ സ്നാക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അത് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മേടിച്ചത് കൊള്ളി മിച്ചറും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെക്കണം. ബീഫ് അച്ചാറും വെക്കണം കേട്ടോ. പെട്ടി ഞാൻ കാണിച്ചു തരാവേ.
നമ്മുടെ പെട്ടിയിലുള്ള സാധനങ്ങൾ ഇത് ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേനും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ഒതുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് മസാല പാക്കറ്റുകൾ, നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മസാല പാക്കറ്റുകൾ, അച്ചാർ, അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾമോസ്റ്റ്. എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. സ്വന്തം തലയിൽ കുറേ ഉണ്ട് തളച്ച് പുഴുത്തിരിക്കും. മസാജ് ചെയ്തടി. മസാജുകൾക്ക് സമീപിക്കുക സാന്ദ്ര ഹരികൃഷ്ണൻ. 1000 രൂപ 1 ഹെയർ മസാജ്, ഹാഫ് അവർ. നീ കൊറേ ലാഭിക്കും. ഓ ഹെഡ് മസാജ്. ഓ സോറി ഗൈസ്, എന്നെ ട്രോളാൻ എന്റെ അനിയനേക്കാൾ കൂടുതൽ വേറെ ആര് വേണം? പച്ചക്കൃഷിത്തോട്ടോ. അത് കാര കണ്ടുപിടിക്കും. അച്ഛനായിരിക്കുമല്ലേ? എല്ലാ കമന്റിലുണ്ട്. അത് ഞാൻ കണ്ടില്ലടി. ഞാനും കണ്ടില്ല, പക്ഷെ കമന്റ് ഒക്കെ കാണാം. ഫ്ലോ അങ്ങനെ പറഞ്ഞോളാം. എടാ നീ പാട്ടിട്ട് എനിക്ക് കൊടുത്തില്ലടാ. എടാ സഞ്ജു ആ പാട്ട് മൈക്ക് നല്ല രസമുണ്ടാ പാട്ട് കേൾക്കാൻ. ഒരു കുഴപ്പമില്ല പാട്ടിന്. കാശിയുടെ സഞ്ജു സൂപ്പർ ആയിരുന്നു. നിങ്ങൾ പറ ഗൈസ്, എന്റെ സഞ്ജുവിന്റെ വോയിസും പാട്ടും എന്തൊരു സൂപ്പറാ ഗൈസ്. ദേ ഇപ്പൊ ചായ ഒക്കെ ഉണ്ട് കേട്ടാ. ചിക്കൻ കറി എന്ന് പിടിച്ചേ. ചിക്കൻ അച്ഛനാണമ്മ. അമ്മ അപ്പം അതേ ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാൽ ചായയാണ്. പിന്നെ അവിടെ ശാന്തു കാപ്പിയാണ് കുടിക്കുക. അപ്പം എല്ലാവർക്കും ഉള്ളതും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ്. സഞ്ജപ്പൻ എന്ത് ചെയ്യുക, അപ്പം അമ്പലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് പോവാണ്. പതുക്കെ പോയാൽ മതി കേട്ടാ. ഇത് നമ്മുടെ ബീഫ് അച്ചാർ. മക്കളെ പറയാണ്ടിരിക്കാൻ വയ്യ, അപാര ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ അമ്മായിക്കൊക്കെ നല്ല കൈപ്പുണ്യമാണ് കേട്ടോ. അമ്മായി മാത്രമല്ല, മാമൻ ഒരു പാചകക്കാരനാണ്. അപ്പോൾ സഹദേവ മാമനോട് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നമ്മൾ വീട്ടിൽ ബീഫ് എടുത്ത് വെച്ചു, കുറച്ച് വടക്ക് എടുത്ത് വെച്ചു, ബാക്കി സഞ്ജപ്പൻ എടുത്ത് വെച്ചു കേട്ടോ. ഞാൻ അധികമൊന്നും എൻ്റെ വീട്ടിലും നമ്മുടെ പണിക്കാട്ടിലും വെപ്പിച്ചില്ല കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സഞ്ജു ഇനി പോയിട്ട് ഒരു സമയമായിട്ട് ഇനി എത്തത്തുള്ളൂ. ആ സമയം വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബീഫ് അച്ചാറൊക്കെ ഉണ്ടാക്കാമല്ലോ. പക്ഷെ അവൻ അങ്ങനെയല്ലല്ലോ. അവനിങ്ങനെ അത് എടുത്തു വെച്ച് കഴിക്കലായിരിക്കും. അപ്പം ഞാൻ അവന് കുറച്ച് അധികം കൊണ്ടുപോകണം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സ്നാക്സ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലുണ്ടല്ലേ അതില്ല. വേറെ
ഏട്ടൻ്റെ അച്ചാറിൻ്റെ പാക്കറ്റ് പൊതിയേണ്ട ഒരു തിരക്കിലാണ്. നമ്മൾ കുപ്പിയിലാക്കിയിട്ടല്ല പാക്കറ്റിലാക്കിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്കേജ് ഉണ്ടാവില്ലല്ലോ. ലീക്കേജ് ഉണ്ടാവുന്നത് സെക്കൻഡറി. ഫസ്റ്റ് നമുക്ക് കുപ്പിയുടെ വെയിറ്റും കൂടെ കൂടും. അത്രയും ചെറിയ വെയിറ്റ് കയറുള്ളെങ്കിൽ പോലും കേട്ടോ. അപ്പോൾ കുറേ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഏട്ടൻ ഇങ്ങനെ പുറത്ത് പോയിട്ടുള്ള പരിചയം ഉള്ളതുകൊണ്ടും ഒരു സമയത്ത് ഏട്ടൻ്റെ ബാഗിൽ ഇങ്ങനെ അച്ചാറൊക്കെ ലീക്കായിട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതുകൊണ്ടും ഏട്ടന് നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ അത് കൈകളിൽ സുരക്ഷിതമാണ്. പിന്നെ ഞാനപ്പോൾ അച്ഛൻ്റെ പച്ചക്കറിത്തോട്ടത്തേക്ക് വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നൊരു വീഡിയോ അത് ഇപ്പം എടുത്തതാട്ടോ. ഇത് കുറച്ച് ദിവസമായി നമ്മൾ സഞ്ജു പോയി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇടുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൃഷിയാണത്. അച്ഛൻ്റെ കൃഷിത്തോട്ടത്തിൽ ഓൾമോസ്റ്റ് എല്ലാം അതുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്ഥലമല്ല, സഞ്ജുവിൻ്റെ നമ്മുടെ തലേ ദിവസം സെറ്റ് ചെയ്ത സ്ഥലമാണ്. അച്ഛൻ പെർമിഷൻ മേടിച്ചിട്ട് ഇവിടെ കൃഷി നടത്തുന്നതാണ് കേട്ടോ. അച്ഛന് ആരോഗ്യം കൊണ്ട് വളരെ വീക്കായിട്ടുള്ള മനുഷ്യനാണ്. കാലിൽ നടത്തുന്ന തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഭയങ്കര വീക്കാണ് അച്ഛൻ. പക്ഷെ അച്ഛൻ അതൊന്നും അല്ല, ഒരു കുഴപ്പമില്ല. കാരണം ഭയങ്കര ഇഷ്ടമാണ് കൃഷിയൊക്കെ ചെയ്യാൻ. എൻ്റെ അച്ഛനിൽ ഇത്രയും നല്ലൊരു കർഷകനുണ്ട് ഞാൻ ആദ്യമായിട്ട് അറിയണേ. കാരണം അച്ഛൻ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് സ്പേസ് ഇല്ലല്ലോ അത്രയും ചെയ്യാനുള്ളത്. അച്ഛൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും. അതായത് 2 നേരം വെള്ളമൊഴിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്താ പറയുക, അച്ഛൻ്റെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യനിലയൊക്കെ അനുസരിച്ചും അച്ഛൻ രാവിലെ പണിക്ക് പോണേക്കാൻ മുമ്പ് അച്ഛൻ വെള്ളമൊഴിക്കും, പണി കഴിഞ്ഞ് വന്ന് ചെയ്യും. അപ്പം എന്താ പറയുക, അച്ഛൻ്റെ ഒരു ഡെഡിക്കേഷനുള്ളത് കിട്ടുന്നുണ്ട്. നമ്മൾ ഇത് ഉണ്ടാക്കി വിൽക്കാനൊന്നല്ല കേട്ടോ അച്ഛന്. അച്ഛൻ ഫസ്റ്റ് ഒരു വിളവെടുപ്പ് എടുത്തപ്പോൾ അച്ഛൻ അയൽവക്കക്കാർക്കൊക്കെ കൊടുത്തു. രണ്ടാമത്തെ ഒരു വിളവെടുപ്പ് എടുത്തപ്പോൾ എനിക്കും ചാന്തൂരം തന്നു. ഇനിയും വിളവെടുപ്പ് എടുക്കുമ്പോൾ സ്ഥലത്തിൻ്റെ ആൾക്കാർക്ക് കൊടുക്കണം. അങ്ങനെയാണ് അച്ഛൻ. അല്ലെങ്കിൽ അച്ഛനത് വിറ്റ് അതിൽ നിന്ന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടേ അല്ല, എല്ലാവർക്കും കൊടുക്കണം, ഒരു സന്തോഷം. അങ്ങനെയാണ്. ഞങ്ങളെക്കാൾ ഇഷ്ടമാണ് തോന്നുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ ചെടികളെ. കുറേ നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ തിരിച്ചു പോന്നപ്പോഴും ഇവിടെ പാക്കിങ് കഴിഞ്ഞിട്ടില്ല ഗൈസ്. 1 കോട്ടിങ് ഇത്, 2 കോട്ടിങ്, 3 കോട്ടിങ്, അങ്ങനെ റിപ്പീറ്റ്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ കഥകൾ പറയായിരുന്നു. നമ്മൾ ഗൾഫിലുള്ള ആൾക്കാർ, ദുബായിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് തരാൻ അവിടുത്തെ ഫ്രണ്ട്സ് ആയിരിക്കും. ഏട്ടൻ്റെ റൂമിലെ ഫ്രണ്ട്സൊക്കെയാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. അതേപോലെ തന്നെയാണ് അവർ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും അവരാണ് പെട്ടി പൊട്ടിക്കുക. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ആയാലും അവർക്കും കൂടെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പെട്ടിയിലത്തെ നമുക്കിനി വെയിറ്റ് നോക്കാനുണ്ട് എല്ലാം കൂടെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് സഞ്ജുവിൻ്റെ ഡ്രസ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പലഹാരങ്ങൾ. പിന്നെ ഇവിടെ നമ്മുടെ സഞ്ജുവിൻ്റെ ഇവിടുത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെ സഞ്ജുവിൻ്റെ കൂടുണ്ട്. അപ്പോൾ അവിടുത്തെ വീട്ടിൽ നിന്നും കുറച്ച് ലഗേജ് അവന് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ചു. അച്ചാർ, പിന്നെ മസാല പാക്കറ്റുകളൊക്കെയാണ്. അവിടെ ഒന്നും കിട്ടാത്ത സാധനങ്ങളാണ് ഈ സെക്ഷനിലിരിക്കുന്ന മൊത്തം. ഈ ഭാഗത്തിരിക്കുന്ന ഒന്നും അവിടെ കിട്ടത്തില്ല. അങ്ങനത്തെയാണ്. പപ്പടം, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ കിട്ടുമെങ്കിലും കുറച്ച് അന്വേഷണം നടക്കണം. അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കമ്പനിയും കാര്യങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ ഉപ്പേരി, അങ്ങനെ, പിന്നെ അവിൽ വിളയിച്ചത്, അതങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് ഉള്ളത്. നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് 30 കിലോയെ വലിയ ബാഗ് പറ്റത്തുള്ളൂ. ചെറുതിൽ 7 kg എങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏകദേശം നമ്മളെല്ലാം ഫുൾഫിൽ ചെയ്തിട്ട് ജസ്റ്റ് വെയിറ്റ് നോക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് നമ്മൾ മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം സഞ്ജു കുറച്ചും കൂടെ ഫസ്റ്റത്തെ സമയത്ത് സഞ്ജുവിന് ഒട്ടും പോണ സമയത്തൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ അത് ആയി. പിന്നെ പ്രായം കൂടി, അവന് മെച്യൂരിറ്റി കൂടി, അവനൊരു ഭർത്താവായി, വലിയ ചക്കരൊക്കെ ആയി അല്ലേ. അപ്പോൾ ഇതിൽ വെച്ച് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ബാഗ്, ഈ ഒരു ചെറുതല്ലേ നമ്മൾ വെയിറ്റ് നോക്കണ മെഷീൻ, അതും എക്സാക്റ്റ് സത്യം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോൾ ഞാൻ 57 കിലോ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് 56 കിലോ കാണിക്കും. അങ്ങനെയാണ്. അപ്പോൾ വെയിറ്റ് മെഷീൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ത്വരയാണല്ലോ ഗൈസ്, എല്ലാവരും ഇങ്ങനെ നിന്ന് നോക്കുക, വെയിറ്റ് നോക്കുക എന്നുള്ളത്. ചാന്തുവിനെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഭയങ്കര വിഷമത്തിലാണ്. അത് സ്വാഭാവികമാണല്ലോ, നമുക്കായാലും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആൾ ഭയങ്കര ബോൾഡാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും കരയത്തൊന്നുമില്ല. അതായത് അവസരോചിതമായിട്ട് പെരുമാറുന്നൊരു കുട്ടിയാണ്. പിന്നെന്താ, നമ്മുടെ വെയിറ്റ് വന്നിട്ട് 35 കിലോയാണ് നമുക്ക് വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് 30 കിലോ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ 5 കിലോ അതിൽ നിന്ന് കുറയ്ക്കണം. പക്ഷേ അതിൽ 1 or 2 kg കൂടിയാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു സാധനം എല്ലാം സെറ്റാണ്. ചെറിയ ബാഗിന് എത്ര kg ആയിരുന്നു? 6.5 ആയിരുന്നു. 7 kg അത് ഓക്കെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ അവൾ മേടിച്ചതാണ്. അതായത് എല്ലാം കണ്ടറിഞ്ഞ് അവളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജുവിന് പോവേണ്ട കാര്യങ്ങളൊക്കെ. ഇനി ഇതിലത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ്.
ഡ്രസ്സുകൾ ആദ്യം മാറ്റാമെന്ന് വിചാരിച്ചു. ഡ്രസ്സുകൾ അവൻ അവിടെ ഹുഡി, അതായത് നല്ല തണവാണ്, തണുപ്പെന്ന് വെച്ചാൽ എക്സ്ട്രീമാണ്. ഇവിടെ നിന്ന് സഞ്ജുവിന് ഭയങ്കര നമ്മുടെ ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സെയിം സാധനമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ഹുഡീസും സ്വെറ്ററും സാധനങ്ങളൊക്കെ ഡ്രസ്സുകളൊക്കെ അത്യാവശ്യമുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ അത് മാറ്റാമെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമായിരുന്നു. പക്ഷെ കുറേ ഡ്രസ്സുകളൊക്കെ മാറ്റിയിട്ട് പിന്നെ അവന് ഇപ്പുറത്തിരിക്കുന്ന സ്നാക്സ് മസാല പാക്കറ്റ് അതൊക്കെ അവന് എന്താ പറയുക അത്യാവശ്യമായിരുന്നു. നമ്മൾ വിചാരിക്കും ഉപ്പേരിയും കൊള്ളിപ്പേരിയൊക്കെ അല്ലേന്ന്, പക്ഷേ അതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഒരു 2 പാക്കറ്റ് എടുത്ത് മാറ്റി. അതായത് മുളക് പൊടി മല്ലിപ്പൊടിയുടെ ഒരു പാക്കറ്റും മാറ്റി, ഉപ്പേരിയുടെ ഒരു വലിയ പാക്കറ്റും മാറ്റി. പക്ഷെ നമുക്ക് കേജ് നോക്കുമ്പോൾ അറിയില്ല. അങ്ങനെ കുറച്ച് വേണ്ട വെറുക്കനെ വിഷമിച്ചിട്ടാണെങ്കിലും മാറ്റാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഗൈസ്. അങ്ങനെ മേടിച്ചിട്ട് അവന് ഇതൊക്കെ ഇഷ്ടമുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെയാണ്. അവന് ഇത്തിരി കൂടുതൽ ഇഷ്ടമായത് അവിടെ പോയി വന്നേ പിന്നെയാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം ആയി തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഈ ഒരു പെട്ടി പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഒരു ചടങ്ങും കാര്യങ്ങളും അങ്ങനെയൊന്നുമല്ല. എന്താ പറയുക, എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു സംഭവം. ചില കമൻസ് വരും, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കേട്ടോ. പാറു വന്നപ്പോൾ കിടന്നുറങ്ങുന്നതാണ്, ഇപ്പോഴാണ് എണീറ്റത്. ഇതിൽ കുറേ ഡ്രസ്സുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ വേണമെന്ന് വിചാരിച്ചിരുന്ന കുറേ സാധനമൊക്കെ മാറ്റേണ്ടി വന്നു. കാരണം 2-3 ടീഷർട്ടും അതിൻ്റെ മേലെ 2 ഷർട്ടൊക്കെ ഇട്ടിട്ട് അവിടെ നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും ഡ്രസ്സുകൾ നമുക്ക് അവിടെ അത്യാവശ്യമല്ലേ. ഇപ്പം നമ്മൾ വെയിറ്റ് നോക്കിയപ്പോൾ 32 kg ആണ് വന്നത്. പക്ഷേ അത് ഓക്കെയാണ്, കുഴപ്പമില്ല. കാരണം 2 കിലോ ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ചെക്കിങ് ചെയ്യുന്ന സമയത്ത് വലിയ ഇഷ്യൂ അവർ കാണിക്കത്തില്ല, പറയത്തില്ല. അപ്പോൾ നമ്മളത് അവിടെ കൺഫേം ആക്കിയിട്ടുണ്ട് കേട്ടോ. പാറും അമ്മനോക്കെ മാമനെ പോണ് പോളണ്ടിക്ക് കഴിഞ്ഞ വട്ടം ഞാൻ കൊണ്ടുപോയത് കളർ ഷെഡിയാണ്. നല്ല ഷെഡ് ഒന്നിന് 599 രൂപ. ഇത് ഇടാനുള്ള ആളില്ല, നീ മനസ്സിലായി? യൂട്യൂബിൽ ഇട്ടോ, ലിങ്ക് കൊടുത്തിട്ടോ, ലിങ്ക് ടാഗ് ചെയ്യണായിരിക്കില്ലേ? ആറ്റിക്കില്ലേ? നമ്മുടെ പെട്ടിയുടെ വെയിറ്റ് നോക്കിയിട്ടുണ്ട്. പിന്നെ കാര്യപ്രാപ്തിയുള്ള ഒരു നാത്തൂൻ എനിക്കുള്ളത് കൊണ്ട് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. സുഖിച്ചോ? നിങ്ങക്ക് സുഖിച്ചോ? ശാന്തിക്ക് സുഖിച്ചോ? അല്ലല്ല ഗൈസ്, എന്റെ കുട്ടിയുടെ നല്ല അത്യാവശ്യമുള്ള ഒരു സാധനം അവന് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നീയാ മേടിച്ചു കൊടുത്തേ? അങ്ങനെ ആ ലെവലൊക്കെ എടുക്കുള്ളൂ. 3 പാന്റ് 2-3 ടീഷർട്ട് 3 പാന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടോ? 3 ഉണ്ടായിരുന്നു. 3 എടുത്ത് തെർമൽ ഉള്ളിലുണ്ട്. പിന്നെ ഒരു അപ്പോൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വൈകിട്ട് നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ആരും അങ്ങനെ വരുന്നൊന്നുമില്ല. എല്ലാവരും വിളിച്ചു, കസിൻസ് എല്ലാവരും വിളിച്ചു നമ്മളെ. ഇപ്പം കീത്തോന്നെങ്കിലും വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഡീറ്റെയിലൊക്കെ അറിഞ്ഞു. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കീത്തൂരെങ്കിലും വിളിക്കട്ടെ, അവരിപ്പോൾ എത്തുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് എവിടെ നമുക്ക് വിളിച്ച് ചോദിക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ചാന്തുവിൻ്റെ അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്ന ഐസ്ക്രീമാണ് കേട്ടോ. ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ചാന്തുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അച്ഛൻ കുറച്ച് നേരത്തെയാണ് വന്നത്. ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ടർ സ്കോച്ച് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്. അപ്പം അത് കിട്ടിയപ്പോൾ തന്നെ ഞാനിരുന്ന് കഴിക്കാൻ നിൽക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടെ ഒക്കെ ജസ്റ്റ് ഒന്നിരുന്ന് കഴിച്ചു. അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. വേറെ പുറത്തുനിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ എക്സ്ട്രാ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ചാന്ദിനി
എന്താ വന്നിരിക്കണം അത് പക്ഷേ മറ്റേ ഏതോ ഇതിലൊക്കെ പറയില്ല ഭർത്താക്കന്മാർ ഇങ്ങനെ കുറെ ഒതുങ്ങിയാലും ആവശ്യങ്ങളിൽ വരുന്നുണ്ടാവില്ല കൂടുതൽ ലുക്കി നിൽക്കുമ്പോൾ ആസൂത്രണം വിഷമിച്ചിട്ടാ വേറൊന്നുമില്ല ഇല്ല ഞാൻ സെക്ടർ എടുത്തൊന്നും കൂടെ ഓർഡർ ചെയ്താണ് ബ്ലാക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിന് ക്യാപ്പിലായിരുന്നു ക്യാപ്പ് വേണം ബൈക്ക് മാത്രം അതെ ഞാൻ പറഞ്ഞത് അവിടെ അതെ ഊട്ടി പോയാൽ 450 തിരിച്ച് അതേ ഫോമിലേക്ക് വരണുണ്ട് അത് കുറച്ച് കോസ്റ്റ്ലി ആണ് പൈസ ആണ് പക്ഷെ 6000 എനിക്കറിയില്ല എത്ര രൂപ എന്താ സത്യം പറയണം പെറ്റിച്ച് ഞാൻ പെറ്റിച്ച് അതെനിക്ക് മനസ്സിലായി സത്യം പോലെ ഞങ്ങൾ പോവാണ് അപ്പൊ നീ പോയി കാണാം തമ്മിലെ വേണം ഫോട്ടോ തമ്മിലെ അതാണ്ടാ അത് നീ പോണല്ല സിനിമയ്ക്ക് പോണെന്നാണ് അത് വേറെ കാറിലുണ്ട് വേറെ വാ പിന്നെ എന്തിനാ റീസൺ ഒരു പ്രശ്നം കഴിഞ്ഞു ജോലി പേഷ്യൻ്റായിരിക്കും പറഞ്ഞത് ബൈ സ്റ്റൈല് മറ്റൊന്ന് നല്ല അതായത് നല്ലത് മാത്രം ചെയ്യുന്നതാണ് ചോപ്പ നല്ല നടൻ മറ്റൊന്നും ഇല്ലേ അവരാണില്ലേ അപ്പോൾ പെട്ടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അച്ഛൻ പിന്നെ അമ്പലം പറഞ്ഞ മലയ്ക്ക് പോകാനായിട്ട് വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കറക്റ്റ് അറിയില്ലായിരുന്നു കേട്ടോ. അച്ഛനപ്പോൾ വെജിറ്റബിൾ ഒരു കറി സെറ്റ് ചെയ്തു നമ്മളപ്പോഴത്തേനും. പിന്നെന്താണ് എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെണ്ണുങ്ങൾ, ഞാൻ കഴിച്ചില്ല, ഞാൻ ലാസ്റ്റാണ് കേട്ടോ കഴിച്ചത്. ഇവർ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അവരൊക്കെ പോയിട്ട് കാശിക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ട്. സഞ്ചപ്പനും ചാന്തും പാറും കൂടെ ATM പോയിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ വന്ന് കയറിയിട്ടുണ്ട്. അവർ 3 പേരും കൂടെ പോയിരിക്കുകയായിരുന്നു പാതിരാത്രി. എവിടെ പോയിരിക്കുകയായിരുന്നോ? അപ്പോൾ അതേ കെടുക്കാൻ പോവാണ്. 10:30 സമയം. ഞാൻ വേണ്ട ഡ്രസ്സ് മാറി അവനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് കിടന്നു കേട്ടോ. അവരവിടെ ഇപ്പോഴും എന്തോ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാനെന്തായാലും വേഗം തന്നെ പുറത്തേക്ക് പോകുന്നു. ഏട്ടനും പാറൂസിൻ്റെ മിന്നൽ മുരളി കാണുന്നു, കാശിനും ഉറക്കി. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് ഇനി, അതാണ്. അപ്പോൾ നാളെ തന്നെ നമ്മുടെ സഞ്ചപ്പം പോവാണ്. അപ്പോൾ പാക്കിങ് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, 99% റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ നെക്സ്റ്റ് അടുത്ത ദിവസം സഞ്ചപ്പം പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരയ്ക്കും ബൈ.